الدنيا أقل من القليل وعاشقها أذل من الذليل. ഇതെന്താ കാര്യമായി? എന്താ കാര്യം? കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകനായി റഹ്മത്തുള്ള എന്താ കാര്യം? എന്താ കാര്യം? നാവ് റബ്ബിന് വേണ്ടി കൊടുത്താൽ റബ്ബ് സഹായിക്കും. റബ്ബ് സഹായിക്കാന്ന് പോലും പറയണ്ട, നമ്മൾ റബ്ബിന്റെ ആളാവും. അല്ലാഹു വലിയുല്ലദീന ആമനു. പിന്നെ പ്രശ്നമില്ല. ഈ ലോകം ഒരു വിഷയം. എന്ത് പ്രശ്നം? ഒരാൾ നിന്നെ കൊന്നു, എന്നിട്ട് എന്താ? ആ കൊല്ലുന്ന കൊലപാതകം പോലും നീ സുഖമായി ആസ്വദിക്കും. ചിരിച്ചിട്ട് തൂക്കുമരത്തിൽ കയറിയ ഒരു മനുഷ്യനുണ്ട്, ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയടാ, എന്താണ് രാവിലെ വന്നിരിക്കണ്? ഹുബൈബ് ഇബ്നു അദി. എന്താ വിചാരിച്ചേ? ഹുബൈബ് ആരാന്ന് വിചാരിച്ചേ? റളിയല്ലാഹു അൻഹു. ആ വാക്കൊക്കെ ഉച്ചരിച്ചാൽ തന്നെ നമ്മളെ ഹൃദയം ശുദ്ധിയാവും. സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി, എടാ ആ മനുഷ്യന് വേണ്ടി ആയത്തിറങ്ങി. നിനക്കറിയോ, അർശുർ റഹ്മാൻ ആയത്തിറക്കി ഭൂമിയിൽ. ഹുബൈബ് മരിച്ചപ്പോൾ പുണ്യ റസൂൽ പൊട്ടിക്കരഞ്ഞു. ആയത്ത് കൊണ്ട് സയ്യിദ് ജിബ്രീൽ വന്നപ്പോൾ അലൈഹിസ്സലാം. ഏതായത്ത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നത തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹുബൈബ് മരിച്ചപ്പോൾ മക്കയിലാണ് ഹുബൈബ് മരിക്കുന്നത്. മക്കയിലെ തെമ്മാടിയിൽ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ തെമ്മാടികൾ പിടിച്ചു കെട്ടുകയും അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ തടവിലിടുകയും ചെയ്തു. പിന്നെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. തൂക്കുമരത്തിൽ നാട്ടി മഹാനായ സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ പലരും പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു മുള്ളു തറക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് തറക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് തൂക്കുമരം നഷ്ടപ്പെടേണ്ടതില്ല എന്ന് സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി. ഇപ്പോൾ മദീനയിൽ ദർസിലിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ശിഷ്യന്മാരെ മുന്നിൽ ഇരിക്കുകയാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഫഅതാഹു ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ വന്നുവല്ലോ. ശിഷ്യ സമ്പത്തിന്റെ ഇടയിൽ ഇരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ നേരത്ത് ഹുബൈബിനെ തൂക്കി കൊല്ലുകയാണ് മക്കയിലെ. മദീനയിൽ ശിഷ്യന്മാരെ മുന്നിൽ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ വന്ന് കൊടുത്ത ആയത്താണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നത തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവേ, അള്ളാഹുവിൽ ഒതുങ്ങിയ ആത്മാവേ, അള്ളാഹുവിന്റെ ദിക്റിൽ സമ്പന്നമായ, അള്ളാഹുവിന്റെ ഹൃദയ ദിക്റിൽ തണുത്തുപോയ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. നമ്മൾ ദിക്ർ ചെല്ലുമ്പോഴും മനസ്സിൽ ദുനിയാവായിരിക്കും എന്നല്ല, നമ്മൾ ദിക്ർ ചെല്ലുന്ന ദുനിയാവിന് വേണ്ടിയിരിക്കും. കച്ചവടം പൊളിഞ്ഞു, രക്ഷപ്പെടാൻ പറ്റിയ സ്വലാത്തിന്റെ ഉസ്താദ്. അപ്പോൾ സ്വലാത്ത് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. പിന്നെ ആ സ്വലാത്ത് മുഴുവൻ ചൊല്ലി തീർക്കും. അപ്പോഴൊക്കെ മനസ്സിൽ സ്വലാത്തല്ല, മുത്തുനബിയല്ല. ഒരിക്കൽ പോലും എൻ്റെ റസൂലുള്ളാഹിക്ക് എത്തട്ടെ എന്ന് ചിന്തിക്കുകയില്ല. അവൻ ഇന്ത്യക്ക് കച്ചവടം രക്ഷപ്പെട്ടെന്നാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ ആവോ? ഇവന്റെ വാഹനം ദുനിയാവല്ല, ദുനിയാവിന്റെ വാഹനം ഇവനാ. അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ പറയല്ലേ? ആണോ അല്ലേ? പറയ്, ചിന്തിക്ക്. ഈ ആഴ്ച ഇന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഗൾഫിലാണ്, ജോലി കിട്ടിയിട്ടില്ല, ജോലി പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ദിക്ർ പറഞ്ഞിരുന്നു. അപ്പോൾ ദിക്റിനെ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മോശക്കാരനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റക്കാരാണ്. ഒരു ഫേസ്ബുക്കിൽ ഒരു കുറ്റമെങ്കിലും ഉമ്പൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയാൽ ഒരുപാട് കുറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറ്റം കൂടിയാൽ അതൊരു മോശമല്ലെന്ന് വിചാരിച്ചു വേഗം ഞാൻ തിരക്കിനിടയിലും ഒരു ദിക്ർ അയച്ചു കൊടുത്തു. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അയച്ചു. അൽഹംദുലില്ലാഹ് എന്നുള്ളത് അള്ളാഹു മഹാനായതുകൊണ്ടല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ദിക്ർ കിട്ടിയോ. എന്തിനാ ദിക്ർ? ജോലി കിട്ടാൻ. ജോലി എന്തിനാ? പൈസ ഉണ്ടാക്കാൻ എന്തിനാ? സുഖിക്കാന്. പിന്നെയോ അള്ളാഹുവിന്റെ മനസ്സിലും ഈ ദിക്ർ കൊണ്ട് ജോലി കിട്ടില്ലെങ്കിലോ ഇനിയൊരു ദിക്ർ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ചിലപ്പോൾ എന്നോട് ഞാൻ ദിക്ർ ചോദിക്കൂല, വേറൊരാളോട് ചോദിക്കും. അങ്ങനെ ജോലി കിട്ടിയാൽ ദിക്ർ മറക്കും. ഈ ദിക്ർ കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയെന്നും മറക്കും. എന്തേ ഒക്കെ അങ്ങനെയാ. ഇതൊരു മോശമാണെന്ന് പോലും നമ്മളെ കൽപ്പിലില്ല. എന്നാൽ അത് മോശമൊന്നുമല്ല താനും, പക്ഷെ മോശമാണ്.
ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഭാര്യയും ഭർത്താവും കൂടി തമാശയും പറഞ്ഞ് രസിച്ചിരിക്കുന്ന നേരത്ത് കച്ചവടത്തിൻ്റെ കണക്ക് ഇങ്ങനെ കൂട്ടിയാൽ ഓള് പറയില്ലേ, കങ്ങളൊപ്പാണ് ഞാൻ ഇരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും കൂടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒഴിഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞ് തമാശയും പറഞ്ഞ് ഇരിക്കാൻ മുമ്പോൾ ഒരു 2, 2, 2, 2, 4, 3, 2 കണക്ക് കൂട്ടുക, കച്ചവടത്തിന് കണക്ക് കൂട്ടുക. എങ്കിൽ കുട്ടികളുണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ പോയാൽ പിന്നെ വരില്ല, പറയാൻ പറ്റില്ല. വളരെ ചിന്തിക്ക്. ഇവിടെ നമ്മളെ പറ്റി നമ്മൾ ആരെ പറ്റി പറയണേ? നിങ്ങൾ ഞാൻ എന്നെ പറ്റി പറയാം, നിങ്ങളെ പറ്റി പറയാം. ദുനിയാവിന്റെ ആ അശുദ്ധിയിലാണ് നമ്മളൊക്കെ കിടക്കുന്നത്. ഇതൊരു അശുദ്ധിയാണ്. ചെറിയൊരു പോയിന്റ് പറഞ്ഞതാണ്, ഞാനൊരു ഫഖ്ർ പറഞ്ഞതല്ല. ഒരു കാര്യം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ അള്ളാഹുവേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. അല്ലാതെ ഞാൻ അള്ളാഹുവിനെ മാത്രം കൽബിലാക്കി രക്ഷപ്പെട്ട ഒരാൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഈ ക്ലാസ് നടത്തുമ്പോൾ എൻ്റെ കൽബിൽ അള്ളാഹുവേ ഉള്ളൂ. ഈ ലോകം മുഴുവനും ആക്ഷേപിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അള്ളാഹ് കൊണ്ട് ചെയ്യാം. വളരെ ചിന്തിക്കണം. എൻ്റെ അർത്ഥം നല്ലവനാണെന്നല്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു വഴിയിലൊന്ന് കിടന്നു നോക്കുക, ചിലപ്പോൾ ആണ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അവിടെ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം. ദുനിയാവിന്റെ നിഅമത്ത് മുഅ്മിൻ വാഹനമാക്കണം. അത് മുഅ്മിനിന്റെ വാഹനമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ പ്രതിസന്ധി ഹുബൈബിന്റെ മുന്നിലുണ്ട്. റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി, ഭാര്യയല്ലേ, കുട്ടികളില്ലേ, ഇതൊക്കെ ഉണ്ട്. മക്കാര് പറഞ്ഞു, ഹുബൈബ് നിനക്ക് തിരിച്ചു പോകാം ദുനിയാവിലേക്കും അതിന്റെ പളപളപ്പുള്ള സൗന്ദര്യ നേട്ടങ്ങളിലേക്കും നിനക്ക് തിരിച്ചു പോകാം. ഒറ്റവട്ടം മുഹമ്മദിനെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പറയുന്നു, ആ മനുഷ്യന്റെ മനസ്സാലേക്ക്, ആ മനസ്സിനുണ്ടല്ലോ നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ഭാര്യ. ഒരു അറബി പെണ്ണ് അയാളെ വീട്ടിലുമില്ലേ, കുട്ടികൾ അയാളെ വീട്ടിലില്ലേ. സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി, അതൊന്നും അവരെ മനസ്സില്ല. അവരെ മനസ്സിലാരാ? അവരെ മനസ്സിലാവേ അവര് ജയിച്ചു. അവരാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹിനെ പറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ നേരം വെളുത്ത് ഓഫീസിൽ പോകാനാകുമ്പോഴത്തേന് ഭാര്യ നല്ല ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി രാവിലെ കിടക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ രാവിലെ ചായക്ക് കടി വേണ്ടത്? ഇന്ന് എനിക്ക് പൂരിയാണ് വേണ്ടത്. അപ്പോൾ പൂരി വരുമ്പോഴത്തിന് നല്ല നടന്ന് സുബഹി നിസ്കരിച്ച് പുറത്ത് പോയി ഓടി ചാടി നടന്ന് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകണം. അങ്ങനെ വരുമ്പോഴത്തിന് ഒന്ന് കുളിച്ച് വരുമ്പോഴത്തിന് ആവി പറക്കണം പൂരിയും എന്താ പറയുക ബാജിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കറിയോ ഇതൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ മുന്നിൽ വെച്ച് തരിക. ദിവസം എല്ലാ ദിവസവും വെച്ചെന്നിട്ട് ഒരു ദിവസവും അവൾ നിങ്ങളെ മുന്നിൽ കരിഞ്ഞേക്കും. അവൾക്ക് ഹൃദയമുണ്ടെങ്കിൽ കരിഞ്ഞേക്കും. എന്തിനു കാര്യം? ഇക്കാലം വരെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു തന്നിട്ട് എന്റെ ഭക്ഷണം നന്നായി എന്നൊരു വാക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഏതോ ഒരു വിരുന്നേരൻ വിരുന്ന് വന്നു, അല്ലെങ്കിൽ വിരുന്നേരി വന്നു, ഭക്ഷണം കഴിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞാളെ നല്ല കറിയ. അപ്പോഴും അവള് കരയും. എന്തുകൊണ്ട്? ഇത് 30 കൊല്ലായി വളർത്തി കൊടുക്കേണ്ട ഒരാൾക്ക് ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇവന്റെ മനസ്സിൽ ഭൂരിയും കറിയും മാത്രമേ ഉള്ളൂ, ഇവളില്ല. ഇതിന് നന്ദികേട് നല്ലത് എന്താ പറയാ? സത്യമാണോ അല്ലേ പറയും മനുഷ്യന്മാര്. ഈ ഭാര്യ നിങ്ങളോട് പിണങ്ങുന്നുവെങ്കിൽ റബ്ബ് എത്ര പിണങ്ങും? ഇതൊക്കെ ആസ്വദിക്കല്ലേ? എത്ര സമയം പിടിക്കും? കഴിഞ്ഞില്ലേ? ഇങ്ങനെയാക്കാൻ കഴിഞ്ഞില്ലേ? ഇതിങ്ങനെ ആയില്ല. രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനെ പിന്നെ കഴിഞ്ഞില്ല. രാത്രി ഉറങ്ങുമ്പോൾ ഭാര്യ നമ്മളെ തണ്ടം കഴിഞ്ഞ് ഇങ്ങനെ തലവെച്ച് കിടന്നിരുന്നു. രാവിലെ എണീച്ചപ്പോൾ മരവിപ്പ്, പിന്നെ പെയ്യ. എന്താ അവസ്ഥ? മുഅ്മിനെ ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, ഉറക്കപ്പറ ബോധം തരട്ടെ. എന്താണ് അവന്റെ അനുഗ്രഹം? അവന്റെ അനുഗ്രഹം എത്ര ചിന്തിക്ക്. അവന്റെ അനുഗ്രഹം എത്രയാണ്? മുഅ്മിനെ അനുഗ്രഹം എത്രയാണ്?
നിന്റെ വയറ്റിലേക്ക് വെച്ച ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തിന് ഒരു പ്രശ്നമില്ലാതെ പുറത്തേക്ക് ഇറക്കി തന്നില്ലേ? അതിന്റെ ഓജസ്സാർന്ന കണ്ടന്റുകൾ മുഴുവനും നിന്റെ രക്തധമനികളിലേക്ക് അവൻ ഒഴുക്കി തന്നില്ലേ? നിന്നെ ആരോഗ്യവാനാക്കി തന്നില്ലേ? അതിന്റെ വേസ്റ്റ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പുറത്താക്കി തന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നലെ കഴിച്ച ഭക്ഷണം ഇന്ന് രാവിലെ പോയില്ലെങ്കിൽ ഈ ക്ലാസ് നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നടക്കൂല. നിങ്ങൾ ക്ലാസ്സിന് വരില്ല. അതേ സമയം നമ്മൾ പോയില്ല, ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു, കുടലിൽ നിന്ന് ബാക്കിലെ ദ്വാരത്തിലേക്കുള്ള ആ നരമ്പ് തളർന്ന് പോയിട്ടുണ്ട്, ഇനി നിർവാഹമൊന്നുമില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ ഒരു കൊയലിട്ട് വെച്ചാൽ മതി. മനസ്സിലായി? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ ആയിക്കോട്ടെ. 30 റുപ്യക്ക് ചോറുന്ന 3 ലക്ഷം റുപ്യാണ് പുറത്താക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിന്നെയോ? പിന്നെ ഇനി ശരിയാവൂല, ആ ഞരമ്പ് കട്ടായി പോയിട്ടുണ്ട്. ഇനിയോ? ഇനി ഞങ്ങളൊരു ഒരു സഞ്ചി വെച്ചേരാം. സഞ്ചി വെച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാഷ്ടവും മൂത്രം സഞ്ചിയിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? പറയടോ, ഉണ്ടോ ഇല്ലേ? ഇതല്ലടാ. എന്നിട്ട് കക്കൂസ് നിറങ്ങിയപ്പോ ഒരു എന്ന് പറഞ്ഞില്ല. മാപ്പാക്കണം, നിനക്കാണ് സർവസ്തുതയും എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞില്ല. പറഞ്ഞു അവരുടെ ഇറങ്ങി വരുമ്പോ, കക്കൂസ് ഇറങ്ങി വരുമ്പോ ഇത് ചെയ്തു തന്ന അള്ളാഹിനെ പറ്റി ചിന്തിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവൻ സന്തോഷിക്കും. അതൊരു ദിക്റല്ല, അതൊരു സന്തോഷം. എനിക്ക് തോന്നുന്നില്ല അത് ദിക്റാണ്, അതൊരു സന്തോഷമാണ്. ഏത് ഉഫ്രാനക്കൽ ഹംദ് എന്ന വാക്ക് ഒരു ദിക്റല്ല, അതൊരു സന്തോഷമാണ്. എന്ത് സന്തോഷം? റബ്ബേ എനിക്ക് നിന്നെ സന്തോഷമാണ്. സത്യല്ലേ? പറ. നിങ്ങൾ ചിന്തിക്ക. ഒരു വട്ടം മനസ്സറിഞ്ഞ്, ഒരു വട്ടം മനസ്സറിഞ്ഞ്, ദിക്റല്ല, എന്ത് ദിക്റ്? ഒരു വട്ടമെങ്കിലും മനസ്സറിഞ്ഞ് ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് മനസ്സറിഞ്ഞ് ഒരു വട്ടം പറയാൻ തോന്നിയോ? എന്റെ നമ്മുടെ മനസ്സിലില്ല, ഇല്ല. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്, വളരെ ചിന്തിക്ക് മനുഷ്യ. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബീജബിന്ദുവായിട്ട്, ഒരു ശുക്ലബിന്ദുവായി റബ്ബ് വെച്ചവനാണ് നീ. പിന്നെ അതേ ആ വെച്ച സാധനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. എല്ലാം ഘടിപ്പിച്ചു തന്നില്ലേ? എന്തൊക്കെ ഉണ്ടായി? പുറത്തുനിന്ന് ഫിറ്റാക്കിയതല്ല. ഓക്കെ, ജപ്പാനിൽ നിന്ന് സാധനം കയറ്റി കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫിറ്റാക്കിയതല്ല. മനസ്സിലായോ പറഞ്ഞത്? ജപ്പാനിൽ നിന്ന് സാധനത്തിന്റെ കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ട് അസംബ്ലി ചെയ്തത് എവിടുന്ന്? ബാംഗ്ലൂരിന്. അങ്ങനെയല്ല, അത് അതിനുള്ള അസംബ്ലി ചെയ്തു വെച്ചതോ ഒരു തുള്ളി. മനസ്സിലായ? ചിന്തിക്ക്. നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് തല ഉണ്ടാക്കി, തലയിൽ മുടി ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി. ഒരു തല, പിന്നോ തലയേക്കാൾ വീതിയുള്ള ഒരു നെഞ്ചുടല്, 2 കൈ, കാല്, എല്ലാം. ഇനി എന്ത് വേണം? ഏതൊരു ദ്വാരത്തിലൂടെയാണോ ആ ഒരു തുള്ളി വെച്ചത്, ആ ദ്വാരത്തിലൂടെ അത് പുറത്തു വരണം. ആണോ അല്ലേ? പറ. മനുഷ്യൻ ഞാൻ പോന്നവനാണ് എന്ന് അഹങ്കാരിയായി ചിന്തിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമാണ് പെണ്ണുങ്ങളെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതുവരെ ഓപ്പറേഷൻ ഇല്ല. ഇന്ന് ഭൂമിയിൽ കോടാനക്കോടി സ്പീഷീസ് ഉണ്ട്, അതിലൊന്നിലും ഓപ്പറേഷൻ ഇല്ല. ഓപ്പറേഷൻ മനുഷ്യനിൽ മാത്രമാണ്. ഞാൻ എന്തിനും പോന്നവനാണ് എന്ന മനുഷ്യന്റെ ധാർഷ്ട്യമാണ് മനുഷ്യനിൽ പ്രസവത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. ഹവ്വ ബീവി ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. 970 വരെയുള്ള പെണ്ണുങ്ങളെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ 50 കൊല്ലം നമുക്ക് ധാർഷ്ട്യമുണ്ടായി. ഞാൻ എന്തിനും പോന്നവനാണ്, ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പോരാതെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പണ്ടൊരു വർഷമല്ല, അങ്ങനെ തന്നെ പോലും. ഇടക്ക് മരിക്കണില്ലേ? എപ്പോഴും മരിക്കണ്ട്. സത്യാണോ അല്ലേ? പറ, സത്യാണോ അല്ലേ? ഇന്ന് ലോകത്ത് കോടാനക്കോടി സ്പീഷീസ് ഉണ്ട്, കോടാനക്കോടി. ഈ കോടാനക്കോടി സ്പീഷീസുകളിൽ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെടുക്കുന്ന ഒരൊറ്റ ജീവിയുള്ളത് പറയും മനുഷ്യൻ മാത്രമാണ്. ആന ഓപ്പറേഷൻ ഇല്ല. ആനൻ്റെ കുട്ടി ആന അപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. കുതിര ഓപ്പറേഷൻ ഇല്ല.
പോത്ത് ഓപ്പറേഷൻ ഇല്ല, പശു ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. വളരെ ചിന്തിക്കണം. ചിന്തിക്കേ പറഞ്ഞത്. ثم السبيل يسرا قتل الإنسان ما أكفرا من أي شيء خلقا من نطفة خلقه فقدرا ثم السبيل يسرا ثم السبيل يسرا പുറത്തു പോകാനുള്ള വഴിയും അല്ലാഹു എളുപ്പമാക്കി. ഇപ്പോൾ പ്രസവം നമുക്ക് അത്ഭുതമായി തോന്നാത്ത പ്രസവം നമ്മുടെ ദൈനംദിന വിഷയമായതുകൊണ്ടാണ്. ഭൂമിയിലില്ലാത്ത അന്യഗ്രഹ ജീവി ഭൂമിയിൽ വന്നു എന്ന് സങ്കല്പിക്കൂ. ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിൽ വന്നു. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പത്തും തേങ്ങി നിൽക്കണം. അപ്പോൾ ഈ അന്യഗ്രഹ ജീവി ചോദിച്ചു, ഇതെന്താ എങ്ങനെയാണ്? ഓളെ പള്ളിയിൽ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ എങ്ങനെ എടുക്കാൻ ചോദിച്ചു. അത് അതിൻ്റെ അടിയിൽ ദ്വാരമുണ്ട്, കൂടെ പോകുന്നതാണ്. അയാളെ വിശ്വസിക്കൂല, അത് നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമുക്കതൊരു അത്ഭുതമായി തോന്നാത്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം പ്രസവമാണ്. ആണോ അല്ലേ? പറ. 3-4 കിലോ തൂക്കുള്ള കുട്ടി നിസ്സാരപ്പെട്ട ദ്വാരത്തിലൂടെ പുറത്തു വരും, ഒരു പ്രശ്നമില്ല. അല്ലാഹു അന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ വയറ്റിന് നമ്മൾ മരിക്കേണ്ടതായിരുന്നു. ثم السبيل يسرا قتل الإنسان ما أكفرا من أي شيء خلقه من نطفة خلقه فقدرا ثم السبيل يسرا ثم السبيل يسرا വഴി അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനുഷ്യ ചിന്തിക്ക്. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പോൾ നിഅമത്ത് കൊണ്ട് നമ്മളോട് പോരണ്ടു. മുന്നതിനെ പറ്റി ചിന്തിച്ചേ ആരും ചിന്തിച്ചില്ല. ഈ നിഅമത്ത് പൈസ മാത്രമാണോ? എന്ത് പൈസ? പൈസയേക്കാളും വലിയ നിഅമത്ത് മൂല്യതല്ലേ? മൂല്യതയായ ഞാൻ ചിന്തിക്കണ്ടേ? ഇത് ഞങ്ങളോട് പറയണമെങ്കിൽ ഇതൊരു യോഗ്യതല്ലേ? ഈ യോഗ്യത ആരാ? അല്ലാഹു. ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടും. ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടും. ബസ്സിലിരുന്നപ്പോൾ മുന്നിലുള്ള കമ്പിയിലേക്ക് ബസ്സൊന്ന് സഡൻ ബ്രേക്ക് ചെയ്തതാ, അങ്ങോട്ട് അടിച്ചു പോയി. ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ഫോളോ ചെയ്യും. എന്തേ ആയിക്കൂടെ? പറയാം, ആയിക്കൂടെ? ആയോരില്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം ഭാര്യയെ തിരിച്ചറിയാത്ത ആൾ ഞാൻ ഈ കഴിഞ്ഞ മാസവും കണ്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ തിരിച്ചറിയാം. എൻ്റെ അറിവിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ. യാത്രയിൽ ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ് സംഭവിച്ചിട്ട് വലിയ കോടീശ്വരൻ ആക്സിഡന്റ് സംഭവിച്ചു, പോയി. ഇന്ന് രാത്രി 2 മണിക്ക് അയാൾ റോഡിലൂടെ അങ്ങനെ നടന്ന് പാളത്തൊപ്പി വെച്ച് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തേക്കിൻ്റെ ഇല കൊണ്ട് തൊപ്പിയാക്കി വെച്ചിട്ട് രാത്രി 2 മണിക്ക് മടക്കുത്തിയിട്ട് അങ്ങാടി കൂടെ നടക്കുന്ന ഈ മനുഷ്യനെ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ. ഭാര്യ ഭക്ഷണം കൊടുക്കാൻ വന്നാൽ ഭാര്യ അറിയില്ല, അയാൾക്ക് കാര്യം അറിയില്ല. പോയി കംപ്ലീറ്റ് പോയി. ഒരു സെക്കൻഡ് വരെ. അൽഹംദുലില്ലാഹ് പറ, അൽഹംദുലില്ലാഹ് ثم അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ വലിയ ഒരു ദിക്റില്ല. അൽഹംദുലില്ലാഹ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു അനുഗ്രഹം ചെയ്യും. എന്താ അനുഗ്രഹം? എല്ലാം നഷ്ടപ്പെടുത്തും. ചില ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് ചെങ്ങലക്കിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വരവ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇങ്ങോട്ട് നോക്ക്. പറക്കണ മനുഷ്യനെ അല്ലാഹു നിഅമത്തുകൾ കളഞ്ഞു. അപ്പോൾ പിന്നെ അവൻ ആരെപ്പറ്റി ചിന്തിച്ചു? അല്ലാഹ്. പിന്നെ അവൻ തൗബ ചെയ്തു. ഇതിനാണ് ചില ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് ചെങ്ങലക്കിട്ട് കൊണ്ടുവരും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ ഈ പറഞ്ഞത്? സ്വർഗത്തേക്ക് എങ്ങനെ പഠിച്ചോനെ ചെങ്ങലക്കിട്ട് കൊണ്ടുവരിക? ഇതെങ്ങനെ? ഇതാണ് സ്വർഗത്തിൽ. അതായത് ഇവനെ പറക്കാൻ വിട്ടാൽ ഇവനെ ഒരിക്കലും അള്ളാഹുവിലേക്ക് തിരിച്ചു വരില്ല. അള്ളാഹുവിനാകട്ടെ ഇവനോട് ഇഷ്ടമാണ്.
ഞാൻ എന്ത് ചെയ്യും? ഈ മുതലൊക്കെ പോകും. അപ്പോൾ പിന്നെ ഇവന്റെ കഴുത്ത് നേരെ എവിടേക്ക് തിരിയും? അള്ളാഹുവിലേക്ക്. പിന്നെ അങ്ങനെ ഉഷാറാവും. ചിലപ്പോൾ നിയമത്തെ തിരിച്ചു കിട്ടൂല, മരിച്ചു പോകും. എന്നാലും മുഅ്മിനായി മരിക്കും. ചിലപ്പോൾ നിയമത്ത് കുറച്ചൊക്കെ കിട്ടും, എന്നാലും മുഅ്മിനായി മരിക്കും. ചിലപ്പോൾ നിയമത്തും കിട്ടും, പടച്ചോനും കിട്ടും. ചിലപ്പോഴോ നിയമത്തെ കിട്ടില്ല, നിയമത്തെ കിട്ടില്ല. ചില സ്വാലിഹീങ്ങളായ ചികിത്സാരികളെ എനിക്കറിയും, കൂടുതലൊന്നുമല്ല, കുറച്ച്. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ചില കാര്യങ്ങൾ അവർ കൊല്ലം കൊണ്ട് തീർക്കില്ല, നീട്ടിക്കൊണ്ടുപോകും. ഇത് ഞാൻ പലപ്പോഴും അറിയാം, എന്തിനാ അവരിങ്ങനെ നീട്ടുന്നത്? ഇവർക്കത് ഒരു പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ, എന്നാലും തീർക്കില്ല. ചില ചികിത്സാരികളെ എനിക്കറിയും, ഒരു ദിവസം കൊണ്ട് തീർക്കില്ല, അങ്ങനെ കൊടുക്കും. ഈ ദിക്റിലേക്കൊന്ന് അറിയും, ആ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം, ഈ ദിക്റും ചെല്ലണമെന്ന് അറിയും. 6 മാസം കഴിഞ്ഞാൽ പിന്നെ വേറെ ദിക്ർ കൊടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ കൊടുക്കും. അങ്ങനെ കിടക്കും 3, 4, 5 കൊല്ലം. എന്തേ? ഇതിനിടയിൽ ഇവൻ സ്വർഗത്തിലെത്തും. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ചിന്തിക്കണം. എന്നാലോ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ചില സ്വാലിഹീങ്ങളായ ചികിത്സാരികളെ അറിയും. അവരെ ചികിത്സാരീതി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ചികിത്സ? ഒരു ദിവസം കൊണ്ട് മാറൂല്ല, ഒരു മാസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ട് മാറില്ല. പക്ഷേ ഒരു 2-3 മാസം കൊണ്ട് ആളാട് ചേഞ്ചോ. റബ്ബനല്ലാത്ത ചിന്ത പിന്നെ അങ്ങനെ പോകും. ചിലപ്പോൾ കുറച്ച് നിയമത്തെ തിരിച്ചു കിട്ടും, ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല. ഈമാൻ കിട്ടി മരിച്ചു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ചില ആളുകളെ അള്ളാഹു ചെങ്ങലക്കിട്ടിട്ട് സ്വർഗത്തിൽ, നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് ചെങ്ങലിട്ട് കൊണ്ടുവരും. എന്തിനാ ചെങ്ങലിട്ട് കൊണ്ടുവരുന്നത്? ചെങ്ങലക്കിട്ട് കൊണ്ടുവരും സ്വർഗത്തിലേക്ക്. ഇല്ലെങ്കിലോ ഇവർ അള്ളാഹിനെ പറ്റി ചിന്തിക്കൂല. ഇതാണ് ഈ ചെങ്ങല. ഈ ചെങ്ങല ദുനിയാവിലാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? ഈ ചെങ്ങല എവിടെയാ? ദുനിയാവിൽ, പരലോകത്തല്ല. ഈ ചെങ്ങല എവിടെയാ? ഞാൻ അതിന് വേറെ അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഹദീസിന്റെ അർത്ഥം എങ്ങനെയാവാനാണ് സാധ്യത? ചില ആളുകളെ അല്ലാഹു ചെങ്ങലക്കിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ട്? ദുനിയാവിന്റെ പളപ്പിന്റെ സൗന്ദര്യത്തില് മതിമറന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മുൻഇമായ റബ്ബിനെ പറ്റി ചിന്തിക്കാൻ അവർക്ക് അവസരം ഇല്ല. അങ്ങനെ ഒരു തൗബയുണ്ട്. അതാണ് ഇന്നത്തെ ഒരു വിഷയം. ബാക്കി അടുത്ത ക്ലാസ് പറയും. ഇതൊരു തൗബയാ. എങ്ങനെ? ചെങ്ങലക്കിട്ട് തൗബ ചെയ്യാം. എന്നാ ചെങ്ങല? നഷ്ടം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നഷ്ടം എവിടെയും നഷ്ടം. തൊട്ടത് മുഴുവൻ നഷ്ടം. വലിയ ബാപ്പാന്റെ മോനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം വലിയ കുബേരന്മാരായ ആളുകളെ മക്കള്, 5 സെന്റില്ലാത്ത ആളുകളെ കോഴിക്കോട് ജില്ലയിൽ എനിക്കറിയാം. ആരാന്റെ കൊല പുറത്ത് പാർക്കുന്നവരെ എനിക്കറിയാം. കൃത്യമായി ജമാഅത്തിന് പോവും. എന്നാൽ ഒരു കാലം അവർക്കുണ്ടായിരുന്നു. അവരെ ബാപ്പ നാട്ടിലെ മഹല്ല് പ്രസിഡന്റ് ആയിരുന്നു. അവരെ ബാപ്പ ഇഷ്ടം പോലെ മുതലുള്ള ആളായിരുന്നു. നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ആരാന്റെ കൊലപ്പുറത്തായി, ആരാന്റെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോവുകയാണ്. ഈ മനുഷ്യന്മാരെ കാര്യം എനിക്കറിയാം. ഇവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്ങലക്കിട്ട് കൊണ്ടുവന്നതാണ്. എന്ത്? ഇലല്ലാഹ്. ഇപ്പവർ കൃത്യമായ മാറ്റവും എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു മജ്‌ലിസിനൂർ ഒരു മാസത്തിൽ മതിയാവില്ല. അവർക്ക് ആഴ്ചയിൽ മജ്‌ലിസിനൂർ നടത്തിക്കൂട്ടേന്ന ഒരു സ്ഥാനോട് ചോദിക്കുന്നത്. പണ്ടവര് കൊല്ലക്കണക്കിന് ഒരു മജ്‌ലിസിനൂറും 200 നടന്നിട്ട് ഒരു അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ? ഇപ്പൊ അവർക്ക് മജ്‌ലിസിനൂർ ഒരു കൊല്ലം ഒരു മാസത്തിൽ പോരാ, ആഴ്ചയിൽ തന്നെ വേണം. യാസീനോട്ട് മാസത്തിൽ സ്വലാത്ത് പോരാ, ദിവസം വേണം. എന്തേ? ഇവരാരായിരുന്നു? ഇവര് മാസക്കണക്കിന് കൊല്ലക്കണക്കിന് ഇവിടെ ഈ കാര്യം നടന്നിട്ട് അറിയാത്തവരായിരുന്നു. ഒരു ബാങ്കിന്റെ നേരം അറിയാത്തവരായിരുന്നു. ബാങ്ക് കൊടുക്കുന്ന മുക്രി ഇവരെ കണ്ണിൽ ഏറ്റവും മോശപ്പെട്ട ആളായിരുന്നു. ഇപ്പോൾ മുക്രിയാണ് വലിയ ആള്. എന്തേ? മുക്രിക്കും മോലേർക്കും കൊണ്ടുവരുന്ന ചോറിന്റെ ബാക്കിയിൽ തിന്നിട്ട് പശി അടക്കുന്ന സമയവും ഉണ്ട്. അങ്ങനത്തെ ആളെ എനിക്കറിയാം. അങ്ങനത്തെ ആളെയും എനിക്കറിയാം. മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ ആള് എനിക്കറിയാം. പള്ളിയിൽ അങ്ങനെ കൂടും. വലിയ ഉഷാറായിരുന്നു, വലിയ ആളായിരുന്നു. ഭാര്യ വീട്ടിൽ കൊണ്ടേയാക്കി, ഒക്കെ പൊളിഞ്ഞുപോയി. പിന്നെന്തായി? എനിക്കറിയാം. അങ്ങനത്തെ ആളെ എനിക്കറിയാം. പിന്നെ അങ്ങനെ പള്ളിയിൽ കൂടും. പള്ളിയിലേക്ക് ഉസ്താദിന് ചോറ് കൊണ്ടുവരുമ്പോൾ വലിയ സന്തോഷം. ചിലപ്പോൾ ഉസ്താദിനെ പൊരക്കാർ അങ്ങോട്ട് വിളിച്ചാൽ ഇയാൾക്ക് നഷ്ടം. അന്നത്തെ ഭക്ഷണം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇയാളൊരു മാന്യനായതുകൊണ്ട് അങ്ങോട്ട് പോകയില്ല. ഇവിടെയോ? ഇവിടെ എന്താണ്? ഈ മൂലൊരു മുക്രിയല്ലേ, പ്രശ്നമില്ല. അങ്ങനെ പശി അടക്കുന്ന ആളുകളെ എനിക്കറിയാം. അള്ളാഹ് ചെങ്ങലക്കിട്ട് കൊണ്ടുവന്നു സ്വർഗത്തിലേക്ക്. ഇപ്പൊ അവർക്ക് അള്ളാഹു നല്ലാത്തൊരു വിചാരവും ഇല്ല. ഞാൻ അതിലാണ് മരിച്ചു.
ഞാമത്ത് ചിലപ്പോൾ തിരിച്ചു കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? ഒക്കെ വീണുപോയി, എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നു, ആരോഗ്യം പോയി. ഏറ്റവും വലിയ ഞാമത്ത് ആരോഗ്യമാണ്. ആരോഗ്യം പോയി. എനിക്ക് ഞാമത്ത് തിരിച്ചു കിട്ടാനുള്ള ഇനി ദുബായിലേക്കും ഒന്ന് ഖത്തറിലേക്കും ദിവസം രാവിലെയും വൈകുന്നേരവും ബഹ്റൈനിലേക്കും ദോഹയിലേക്കും മനാമയിലേക്കും അങ്ങനെ പറന്ന് രാവിലെയും വൈകുന്നേരം ബിസിനസ് മീറ്റിങ്ങിനും പറന്ന് നടക്കാൻ എനിക്ക് കഴിയില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് ചെങ്ങലക്കിട്ട് കൊണ്ടുവരും. അല്ലാഹു നമ്മൾ നല്ലവരിൽ പെടുത്തട്ടെ. അങ്ങനെയും തോപുണ്ട്, ചെങ്ങലക്കിട്ട് തോബയിലേക്ക് അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ രാവിലെ പറഞ്ഞ മറക്കണ്ട. എന്ത് ഏറ്റവും ഉന്നതമായ ദർജ എന്നാൽ എന്താണ്? കയ്യിൽ ഞാമത്തുണ്ട്, കൽബിൽ ഞാമത്തില്ല. കൽബിൽ ആരേ ഉള്ളൂ? മുൻഅമേ ഉള്ളൂ. ആ അവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചേരട്ടെ. ഉറക്കെ പറ. ആ അവസ്ഥയിലെത്തിയ ഖലീലിൽ ചേർന്നു. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഖലീലുൻ മിൻ ഇബാദി യശ്കുർ. എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ ഏറെ കുറവാണ്. ഏറെ നന്ദിയുള്ളവർ ഏറെ കുറവ്. ഏറെ നന്ദി എന്താണ്? ഏറെ നന്ദി. ഖലീലുൻ 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 മിൻ ഇബാദി യശ്കുർ. എൻ്റെ അടിമകളിൽ ഏറെ നന്ദിയുള്ളവർ വളരെ കുറവാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹൗലാ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹൗലാ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഹൗലാ. കൽബറിഞ്ഞ് പറ, ആ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. കയ്യിൽ ഞാമത്തുണ്ടായിക്കോട്ടെ, കൽബിൽ ഞാമത്തില്ല. കൽബിൽ മുൻഇമാനുള്ളത്. എവിടെയാണ് റബ്ബിനെ കാണാത്തത്? എവിടെയും റബ്ബിനെ കാണും. എവിടെയും റബ്ബിനെ കാണും. എവിടെയും റബ്ബിനെ കാണും. കഴിക്കുന്ന ഭക്ഷണത്തിൽ റബ്ബിനെ കാണും. എന്തിനുള്ളത്? ഇത് ചൂടുള്ള നല്ല ഒറ്റ മിനിറ്റ് അവസാനിപ്പിക്കും, ഒരു സെക്കൻഡ്. ഇത് നല്ല ചൂടുള്ള ഒരു ചായ എന്ന് സങ്കല്പിക്കും. ദാഹിച്ച് പരവശനായി എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് കവറിങ് ആയിരുന്നു. ഉള്ളിലവസ്ഥ നമ്മൾ അറിയില്ല. നേരെ എന്ത് ചെയ്ത് അവിടെ കമഴ്ത്തി ഇത് മരവിച്ച്. ഇനി തിന്നുന്ന സാധനത്തിന്റെ രുചി ഇന്നുണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല, മറ്റന്നാളുണ്ടാവില്ല. ഇനി എന്ത് നലെന്താ? ചോറ് നലെന്താ? കാട്ടുന്ന നലെന്താ? ഈ സത്യാണോ അല്ലേ? ഈ ഒരു ലെയറിൽ അല്ലാഹു വെച്ച അനുഗ്രഹത്തെ ചിന്തിക്ക്. അതുകൊണ്ടല്ലേ നമ്മൾ ഇറച്ചി കൂട്ടാൻ ആഗ്രഹിച്ച്? അതുകൊണ്ടല്ലേ മീൻ കൂട്ടാൻ ആഗ്രഹിച്ച്? മറ്റേ മീൻ എന്ത്, ഇറച്ചി എന്ത്, കല്ലെന്ത്? കല്ലിങ്ങനെ പൊടിച്ചെന്നാലെന്ത്? മനസ്സിലായോ? ഏറ്റവും മുകളിൽ ഒരു ലെയറാണ്. ഇതങ്ങോട്ട് കമഴ്ത്തിയപ്പോ അതങ്ങ് മരവിച്ചു. പിന്നെ ഇന്നും നാളെയും മറ്റന്നാളും തിരിച്ചു വരണം. ഇനി അവിടെ പുതിയ പുതിയ അള്ളാഹുവിന്റെ പ്രോസസ്സിങ് നടക്കണം. അല്ലേ പറ മനുഷ്യ, നീ എന്തൊക്കെ പ്രോസസ്സിങ് അവിടെ നടക്കണം. എന്നിട്ട് എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഈ നാവിലെ രുചി എന്ന് ചിന്തിക്കൂല. ഒരു മുകളിലെ ഒരു വളരെ ലോലമായ ഒരു ലെയറാണ്. ആ ലെയർ ആണ് മരവിച്ചു പോയാൽ കഴിഞ്ഞു. ആണോ അല്ലേ? പറ, ആണോ അല്ലേ? മൂക്കിന്റെ വാസനിക്കാനുള്ള ഒരു സൗകര്യമാണ് അല്ലാഹു ഒഴിവാക്കി. പിന്നെന്താ? പിന്നെ കുട്ടിയെ ചുംബിച്ചാൽ എന്ത്, ഭാര്യയെ ചുംബിച്ചാൽ എന്ത്, നിനക്കെന്ത് എന്ത് എന്താ അനുഭവം? കല്ലിനെ ചുംബിച്ചാൽ എന്ത്, നിനക്കെന്ത് അനുഭവം? അല്ലാഹു അതെവിടെ അല്ല നിക്ഷേപിച്ചറിയില്ല. ഇവിടെ ഉണ്ടേരല്ലോ. ആണോ അല്ലേ? പറയാ മനുഷ്യ, ഇത് ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് എവിടെ നിക്ഷേപിച്ചറിയില്ല. ഇവിടെയാണോ അല്ല, ഇവിടെയാണോ അല്ല, പാലത്തുമലാണോ അല്ല, എവിടെയാണ്, എവിടെയോ അറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ട് അല്ലേ? പിന്നെ ചിന്തിക്കണം, ചിന്തിക്ക്. എന്നിട്ട് തൻ്റെ ഭാര്യയെ ചുംബിച്ചപ്പോൾ ഒരിക്കൽ പോലും അൽഹംദുലില്ലാ എന്ന് പറയൂല. തൻ്റെ കുഞ്ഞിനെ പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയില്ല. എന്തുകൊണ്ട്? ഈ ഒരു സ്പർശനത്തിൻ്റെയും ഈ ഒരു വാസനയുടെ സുഗന്ധവും ആസ്വദിപ്പിച്ചത് ആരാണ്? ചിന്തിക്കുക. അല്ലാഹ് അവനല്ലാതെ ഏറ്റവും വലിയ അമൽ എന്താണെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരു കഴിവും ഒരാൾക്കുമില്ല, ഒരു ഉപദ്രവത്തിൽ ഒരാൾക്കും രക്ഷപ്പെടുകയില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇല്ല. നമ്മുടെ സൈന്യം ചേർന്ന് ഒരു മനുഷ്യനെ ഈ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തി. സത്യല്ലേ? പക്ഷേ സൈന്യത്തിന് കഴിവ് കൊടുത്തവൻ ആര്? അള്ളാഹു. അയാളെ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു ഒരാൾ മരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കൂല. ഒരാൾ മരിക്കണം എന്ന് തീരുമാനിച്ചാൽ വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, സമുദ്രമായ സുഭദ്രമായ കോട്ടകളുടെ ഉള്ളിലാണെങ്കിലും മരിക്കും ചെയ്യും. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാ. തന്നെയല്ലേ? ചിന്തിക്. അയാൾ മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അയാൾ എങ്ങനെ തിരിച്ചു വരും? ചിന്തിക്ക്.
എന്നാൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. എം വിജയനെ എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ ഒരു പ്രസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ് മരിച്ചു. ഓർമ്മയില്ലേ? നമ്മുടെ എം വിജയൻ എന്നല്ല അയാളുടെ പേര്. അത് എം വിജയൻ ഓർമ്മയില്ലേ? വലിയ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായിരുന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എൻ്റെ മനുഷ്യന്മാർ, നിങ്ങൾക്ക് എൻ്റെ അൽസിമേഴ്സ് ബാധിച്ചിട്ടുണ്ട്. വിജയൻ ഓർമ്മയില്ലേ? കമ്മ്യൂണിസത്തോട് ഒരല്പം പിണങ്ങി നിന്നിട്ട് പിന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കാൻ വന്നു കൊണ്ടിരിക്കുന്ന കണ്ണ് മറഞ്ഞു. വിജയൻ മരിക്കണ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നു. അങ്ങനെ തന്നെ പിന്നെ പുറത്തു വിട്ടു. ഇങ്ങനെയാണ് പോയി മരിച്ചു. സത്യല്ലേ? ചിന്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോളർമാര്, ലോകത്തെ ഏറ്റവും വലിയ കളിക്കാര്, അവർക്ക് വ്യക്തിപരമായി ഡോക്ടർമാരുണ്ടാവും. ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഫീൽഡിൽ ഇറക്കില്ല. അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാന്മാരായി സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുക്കാൻ അങ്ങോട്ട് ഫീൽഡിൽ കളിക്കളത്തിലിറക്കില്ല, ഗ്രൗണ്ടിൽ ഇറക്കില്ല. ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിൽ വീണു മരിച്ചു. എന്തല്ലേ എത്ര! അതേ സമയത്ത് ആ കിടങ്ങിൽ വീണ മനുഷ്യൻ മരിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ജീവിതവും മരണവും തീരുമാനിക്കുന്നത് പോലീസുമല്ല പട്ടാളവുമല്ല. ആരാണ്? അല്ലാഹു. പോലീസ് ചെയ്ത് വലിയ കാര്യം, പട്ടാളം ചെയ്ത് വലിയ കാര്യം തന്നെ. പക്ഷേ ബിഗ് സല്യൂട്ട് പട്ടാളത്തിനല്ല വേണ്ടത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അയാൾ മരിക്കണമെന്ന് ആര് തീരുമാനിച്ചിട്ടില്ല? അല്ലാഹു. മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹു ജഗന്നിയന്താവായ സർവേശ്വരൻ അയാൾ മരിക്കണമെന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് അയാൾ മരിച്ചില്ല. അപ്പോൾ അവനാണ്